ഹലോ നമസ്കാരം. മൈ പ്രഷ്യസ് ട്യൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 1989 റിലീസ് ചെയ്ത നായർ സാബ് എന്ന സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത്. ഈ സിനിമയുടെ സംവിധാനം ജോഷി സാറാണ്. ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് SP വെങ്കടേഷ് സാറാണ്. പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തി. ഈ പാട്ട് പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ സാറാണ്. SP വെങ്കടേഷ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്യാം സാറിൻ്റെ പാട്ട് പരിചയപ്പെട്ട എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ശരിക്കും ശ്യാം സാറിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് SP വെങ്കടേഷ് സാറിൻ്റെ ഫാദറാണ്, പഴനി സാറാണ്. അപ്പം അദ്ദേഹം തന്നെയാണ് SP വെങ്കടേഷ് സാറിൻ്റെ ഗുരുവും. അദ്ദേഹം ഒരു മാൻഡലിൻ വിദ്വാനായിരുന്നു. പിന്നീട് SP വെങ്കടേഷ് സാറ് ഗിറ്റാറിസ്റ്റ് ആണ്. ഗിറ്റാർ പഠിക്കുന്നു, ബാൻജോ പഠിക്കുന്നു. അപ്പം ഗിറ്റാറിസ്റ്റിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിനും ഒരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള ലെവലിൽ അദ്ദേഹം ദക്ഷിണാമൂർത്തി സ്വാമിയായിട്ടും ദേവരാജൻ മാഷുമായിട്ടും MK അർജുനൻ മാസ്റ്റർ, രാഘവ മാസ്റ്ററിൻ്റെ ഒക്കെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അന്നത്തെ ഒരു കാലഘട്ടത്തിലെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ശ്യാം സാറിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും അസോസിയേറ്റ് ചെയ്ത് അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ശരിക്കും പാട്ട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് പാട്ട് ചെയ്യുന്നത് ശരിക്കും തെലുങ്കിലൊരു എനിക്കൊന്ന് 1981 പ്രേമയുദ്ധ എന്ന തെലുങ്ക് സിനിമയ്ക്കാണ് ആദ്യമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് 1986 രാജാവിൻ്റെ മകൻ 1986 രാജാവിൻ്റെ മകനാണ് അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വരവ് തന്നെ ഒരു ഗംഭീര വരവായിരുന്നു മലയാളത്തിലേക്ക്. അത് മോഹൻലാൽ സാറിൻ്റെ കരിയറിലാണെങ്കിലും ഒരു ഗ്രാഫിന് വലിയൊരു ഹൈറ്റ് കിട്ടിയ, അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫിന് വലിയൊരു ഹൈറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. പിന്നെ 80s 90s ഒക്കെ SP വെങ്കടേഷ് സാറിൻ്റെ പാട്ടുകൾ പിന്നെ നമ്മൾ ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷനാണ് ഒരു ഇപ്പം പാശ്ചാത്യ സംഗീതം ഒരുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഒരു വളരെ കഴിവുള്ള ഒരാളാണ്. ശരിക്കും നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ, പാശ്ചാത്യ സംഗീതം ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന രീതി. പാട്ടുകൾക്ക് വേണ്ടി ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നതാണല്ലോ ശരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ തിരിച്ചറിയാൻ ശരിക്കും ഈണത്തിനേക്കാളേറെ എളുപ്പം അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ശരിക്കും നമുക്ക് ആ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷനിൽ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഹമ്മിങ് ഒക്കെ ഉണ്ടാവും. പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹമ്മിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഗംഭീര ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. പിന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന ഷിബു ചക്രവർത്തിയാണ്. അദ്ദേഹം തന്നെയാണ് ശരിക്കും ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ശരിക്കും ഡെന്നീസ് ജോസഫ് ആയിട്ട് കൂടിച്ചേർന്ന് ഷിബു ചക്രവർത്തി അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഷിബു ചക്രവർത്തി അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് മാത്രമല്ല, ഒരു കഥാകൃത്താണ്, ഒരു തിരക്കഥാകൃത്താണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് കഥകൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു 80s 90s ഒക്കെ ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള, അത് ലിറിക്സ് ആയിട്ടാണെങ്കിലും പാട്ടുകൾക്ക് ലിറിക്സ് എഴുതിയാണെങ്കിലും കഥകളായാലും ഒക്കെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷിബു ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ആദ്യമായിട്ട് അദ്ദേഹം പാട്ട് എഴുതുന്നത് 1985 തോന്നുന്നത്. ഞാനിതിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 1985 ജോൺസൺ മാഷാണ് അത് കമ്പോസ് ചെയ്യുന്നത്. ഉപഹാരം എന്നുള്ള സിനിമയ്ക്കാണ് അദ്ദേഹം ആദ്യമായിട്ട് ലിറിക്സ് എഴുതുന്നത്. ഒരു ഗംഭീര ലിറിസിസ്റ്റാണ്. പിന്നെ MG ശ്രീകുമാർ സാറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഭയങ്കര പെർഫെക്ഷൻ പെർഫെക്റ്റായിട്ട് പാടണം എന്ന് നിർബന്ധമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ അന്നത്തെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു. കാരണം രവീന്ദ്രൻ മാഷ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ആ ഒരു പാട്ട് പാടുന്നത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം വേണമെങ്കിലും ടേക്ക് എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ലാത്ത, പെർഫെക്റ്റായിട്ട് പാടണമെന്ന് വളരെ അധികം ഒരു വാശി വെക്കുന്ന ഒരു നല്ല ഒരു സിംഗറാണ്. പിന്നെ ഈ ഒരു ടൈപ്പുള്ള നമ്മളിന്ന് പരിചയപ്പെടുന്നത് പുഞ്ചവയൽ കൊയ്യാൻ എന്നുള്ള പാട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള പാട്ട് പാടാൻ അങ്ങനെയുള്ള ടൈപ്പ് പാട്ട് MG ശ്രീകുമാർ സാർ പാടുന്നത് നല്ല രസമാണ്. നല്ല ഭംഗിയായിട്ട് അങ്ങനെയുള്ള ഒരു ഓളൻ ടൈപ്പൊക്കെയുള്ള പാട്ടുകൾ പാടുന്നത് കേൾക്കാൻ നല്ല രസമാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്.
അപ്പോൾ ഏതായാലും നമുക്ക് ഈ പാട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം സിനിമാ വിശേഷങ്ങൾ പറയാം. പോണവളെ മാനത്തെ പൊൻവയലിൽ, നക്ഷത്ര പൊൻവയലിൽ പൊന്നരിവാളുകൊണ്ട് കൊയ്യുവാൻ പോണവളെ, കള്ളിപ്പെണ്ണേ കറുമ്പിപ്പെണ്ണേ, കള്ളിപ്പെണ്ണേ കറുമ്പിപ്പെണ്ണേ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ. പുഞ്ചവയലുകൊയ്യാൻ പോണവളെ, ഹേ ചുണ്ടിലെ പുഞ്ചിരി വേർപ്പണിഞ്ഞു, തൂവേർപ്പു മഞ്ഞായി മണ്ണിൽ വീണു. ഹേ ചുണ്ടിലെ പുഞ്ചിരി വേർപ്പണിഞ്ഞു, തൂവേർപ്പു മഞ്ഞായി മണ്ണിൽ വീണു. കൊയ്തിട്ടും കൊയ്തിട്ടും തീരാത്ത പാടത്ത്, കൊയ്തിട്ടും കൊയ്തിട്ടും തീരാത്ത പാടത്ത്, തനിയെ വാനിടത്തിൽ തളർന്നു നിന്നു പെണ്ണ്. നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ. പുഞ്ചവയലുകൊയ്യാൻ പോണവളെ, മാനത്തെ പൊൻവയലിൽ, നക്ഷത്ര പൊൻവയലിൽ പൊന്നരിവാളുകൊണ്ട് കൊയ്യുവാൻ പോണവളെ, കള്ളിപ്പെണ്ണേ കറുമ്പിപ്പെണ്ണേ, കള്ളിപ്പെണ്ണേ കറുമ്പിപ്പെണ്ണേ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ലുകൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ പാട്ട് പാടുന്നതിന് മുമ്പ് എം ജി ശ്രീകുമാർ വളരെ പെർഫെക്ഷനായിട്ട് പാടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. പിന്നെ നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഞാൻ പാടിയതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ട്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി, മുകേഷ്, സുരേഷ് ഗോപി, ഗീത, സുമലത, ലിസി, വിജയരാഘവൻ, മോഹൻ ജോസ്. മോഹൻ ജോസിൻ്റെ ശരിക്കും കഥാപാത്രത്തിൻ്റെ പേരും ജോസ് എന്നാണ്. ഗണേഷ് കുമാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഗണേശൻ എന്നാണ്. സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സിദ്ദിഖ് എന്ന് തന്നെയാണ്. പിന്നെ മണിയമ്പിള്ള രാജു, കുഞ്ചൻ, ദേവനാണ് വില്ലൻ കഥാപാത്രമാകുന്നത്. ലാലു അലക്സ് വില്ലൻ കഥാപാത്രമാണ്. ജഗന്നാഥ വർമ്മ ബ്രിഗേഡിയറായിട്ട്. പിന്നെ അസീസ് ഉണ്ട്, മാമുക്കോയ ഉണ്ട്. മാമുക്കോയയ്ക്ക് ശരിക്കും എനിക്കൊന്ന് 2 ഷോട്ടുകളിൽ എന്തോ ഉള്ളെന്ന് തോന്നുന്നു അദ്ദേഹം. ഇത് ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഈ പാട്ടിൻ്റെ കാര്യം പറയാനായിട്ട്, ഈ പാട്ടിൻ്റെ വിഷ്വൽ നിങ്ങൾ കണ്ടു നോക്കുക. കാരണം അതിൻ്റെ ലാസ്റ്റ് സുരേഷ് ഗോപി ആ ലാസ്റ്റ് ആ ഒരു നെല്ല് കൊയ്യാനുള്ള ആ ഒരു പോർഷനിൽ, ലാസ്റ്റ് പാട്ട് തീരുന്ന ആ ഒരു പോർഷനിൽ സുരേഷ് ഗോപിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം ഡാൻസ് കളിച്ച് ഒരു ആസ്വദിച്ച് ഡാൻസ് കളിച്ച് ശരിക്കും അദ്ദേഹം ആ ഇവരുടെ ഒരു റൗണ്ടപ്പിൽ നിന്നും ശരിക്കും ഫ്രെയിമിൽ നിന്നും തെറ്റി അങ്ങ് പോകും. അപ്പോൾ ഇവരെല്ലാം എന്താണ് ലിസിയും മുകേഷും ഓടുന്ന ഭാഗത്തേക്ക് ഓടുമ്പം പുള്ളി പിന്നെ പുറകെയാണ് ചെല്ലുന്നത്. പുള്ളി ആ ഒരു എന്താണ് ഡാൻസ് കളിച്ച് ആസ്വദിച്ച് പുള്ളി ബാക്കിലേക്ക് നോക്കാതെ പോകുന്നത്, അത് വിഷ്വലി കാണാൻ നല്ല രസമാണത്. ഇതിൽ മുകേഷും ശരിക്കും സുരേഷ് ഗോപിയുടെ കോമ്പിനേഷൻ വളരെ രസമാണ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ ശരിക്കും അവരാണ് ശരിക്കും ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. മുകേഷിൻ്റെ അത് ശരിക്കും സുമലതയുടെ കഥാപാത്രത്തെയും ലിസിയുടെ കഥാപാത്രത്തെയും പരിചയപ്പെടുന്ന, അവർ നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് ഉള്ള ഒരു സീനുണ്ട്, ഒരു ജീപ്പിനകത്ത് വെച്ച് അവരെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതൊക്കെ നല്ല രസമാണ്. കാരണം അതിപ്പോഴും എനിക്കൊന്ന് കോമഡി സീനിൻ്റെ കൂടെ ഇപ്പോഴും അത് എല്ലാവരും എടുത്ത് കാണുന്നൊരു വിഷ്വലാണ്. മുകേഷ് അതിനകത്ത് അതിഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ലിസിയുടെ കഥാപാത്രത്തിൻ്റെ പേര് പാർവതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി മുകേഷ് പറയുന്ന കുറേ ഡയലോഗൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട്. പിന്നെ ഈ സിനിമ ശരിക്കും മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു എന്താണ് ഒരു കരിയർ ബെസ്റ്റാണ് ശരിക്കും. ജോഷി സാറ് ശരിക്കും മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ എന്താണ് ഒരു കരിയറിൽ
ഒരു വലിയ ബ്രേക്ക് ത്രൂ കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു 1987 കാലഘട്ടത്തിന് ബാക്കിലോട്ട് അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ, അദ്ദേഹം അഭിനയിച്ച ഒരുപാട് സിനിമകളെല്ലാം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ, അങ്ങനെയുള്ള സിനിമകളായിരുന്നു കൂടുതലും അദ്ദേഹത്തിന്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു നടൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് അഭിനയം മാത്രമാണ് ശരിക്കും മലയാള സിനിമയിൽ കൂടുതലും ആ ഒരു 87 കാലഘട്ടത്തിന് മുമ്പ് അദ്ദേഹത്തിന് ചാൻസസ് വന്നിരുന്നത്. 87 ശരിക്കും ന്യൂഡൽഹി എന്നുള്ള സിനിമ, അതും ജോഷി സാറാണ് അതിൻ്റെ സംവിധാനം. അപ്പം മമ്മൂട്ടി സാറിൻ്റെ അത്രയും പൊട്ടൻഷ്യലുള്ളൊരു നടൻ്റെ ആ ഒരു ടാലൻറ്റ് പിന്നീടാണ് ഇങ്ങോട്ട് മലയാള സിനിമ കൃത്യമായി അറിഞ്ഞു വരുന്നത്. അപ്പം ആ ഒരു 87 ശേഷമുള്ള സിനിമകളാണ് പിന്നെ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഒരു വൻ റേഞ്ചിലേക്ക് ആ ഒരു കരിയർ ഗ്രാഫ് വളരുന്നത്. അതിനപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ ശരിക്കും ജോഷി സാറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഒരു സോൾജിയർ, ഫുൾ ഒരു സോൾജിയർ ക്യാമ്പുമായി ബന്ധപ്പെട്ടും അവരുടെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത് വളരെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സോൾജിയേഴ്സിൻ്റെ ഒരു ലൈഫ് കാണിക്കുന്ന മൂവി ആ ഒരു സമയത്ത് വേറെ ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അവർ ഒരു ക്യാമ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അന്ന് ഒരു വലിയ പ്രത്യേകതയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ഹിറ്റായ ഒരു മൂവിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഒരു ലാലു അലക്സിൻ്റെ കഥാപാത്രം ഒക്കെ വരുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറേ കൂടെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒരു ധാരണയുള്ളത് കാരണം ഇപ്പം ലാലു അലക്സിൻ്റെ കഥാപാത്രമൊക്കെ വരുന്നത് ഒരു ഐഡൻറ്റിറ്റി, വേറൊരാളുടെ വേറൊരു മേജറിൻ്റെ പേരിലൊക്കെ ആ ഐഡൻറ്റിറ്റിയിലൊക്കെ വന്ന് കയറുന്നതിനകത്ത് സംശയമില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പിൽ പ്രാക്ടീസ് സോൾജേഴ്സിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ന് അത് കാണുമ്പോൾ ഒരു ഇതായിട്ട് തോന്നാം, ഒരു പ്രശ്നമായിട്ട് തോന്നാം. പക്ഷേ ഞാനെപ്പോഴും ഒരു പഴയ സിനിമ, ആ ഒരു പഴയ സമയത്ത് ഒരു സിനിമ കാണുമ്പോൾ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ചിന്തയോടുകൂടി ഇരുന്നാണ് ആ സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു പഴയ കാലത്തെ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ നമ്മളുടെ ഒരു സിനിമ കാണുന്ന രീതിയും, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിനിമയൊക്കെ വെച്ചിട്ട് നമുക്ക് പഴയ സിനിമയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും കാലഘട്ടം മുമ്പുള്ള ഒരു സിനിമ കാണുമ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തിനെ കുറേ കൂടെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സിനിമ കണ്ടാൽ മാത്രമേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ആ ഒരു ആ ഒരു സപ്പോർട്ട് ആ ഒരു കഥയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു നല്ല മൂവിയാണത്. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ഇപ്പം ലാസ്റ്റ് ഷോട്ടുകളൊക്കെ ആണെങ്കിലും ഒരു ചേസൊക്കെ വരുന്ന ഷോട്ടൊക്കെ ആണെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഏരിയൽ ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്. കാശ്മീരിൻ്റെ ഒരുപാട് ഭംഗിയുള്ള ഷോട്ടുകളൊക്കെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അത് ചെയ്തു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയാണത്. പിന്നെ ഈ മുകേഷിൻ്റെ കഥാപാത്രം, ഇപ്പം മുകേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ഒരു മരണം വരുന്നത്, അതൊക്കെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ആദ്യം ശരിക്കും നമ്മളെ അത്രത്തോളം ആ കഥാപാത്രം ഇഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മരണം വരുമ്പോൾ നമുക്ക് വല്ലാതൊരു സങ്കടം തോന്നുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി വളരെ ഫീൽ ചെയ്തൊരു സീന്, അതൊരു ചെറിയ സീനാണ്, അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് സീനല്ല, എങ്കിലും സിദ്ദിഖ് ഇവരെ നീന്താൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിനകത്ത് സിദ്ദിഖിന് നീന്താൻ അറിയില്ല എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ്. വളരെ വെർസറ്റൈലായിട്ടുള്ളൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു സീനിൽ ശരിക്കും സിദ്ദിഖ് എനിക്ക് നീന്താൻ അറിയില്ല എന്ന് വളരെ വളരെ നിസ്സഹായനായിട്ട് പറയുന്നത് വല്ലാതെ ഫീൽ ചെയ്യും അദ്ദേഹം അത് പറയുന്നത്. അങ്ങനെ പിന്നെ ഗീതയുടെ കഥാപാത്രം ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചില ചേർച്ചയില്ലായ്മ, അല്ലെങ്കിൽ ആ കഥാപാത്രം ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഒരുപാട് ഒരു പഴയ സിനിമ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു
കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഴയ സിനിമ ആ ഒരു കാലഘട്ടത്തിൻ്റെ രീതിയിലിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാറാണ്. ഞാൻ ശരിക്കും പഴയ സിനിമകൾ എന്താണ് ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്തെ ശരിക്കും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ടുകൾ എത്രത്തോളം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ അതുപോലെ തന്നെ ആ ഒരു സിനിമകളും ആ പഴയ കാലഘട്ടമൊക്കെ ഓർക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ സിനിമകൾ കാണുന്നതും പഴയ പാട്ടുകൾ കേൾക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് പഴയ സിനിമകൾ കാണുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയ പുതിയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.